Hello students, welcome to Listening. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 26ലെ ആക്ടിവിറ്റി പ്രോബ്ലംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ആക്ടിവിറ്റിയിലെ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് നോക്കാം. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പ്രോബ്ലം ഇതാണ്, ഫൈൻഡ് ദ ഡെസിമൽ ഫോം. ഡെസിമൽ ഫോം ആണ് കാണേണ്ടത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെ. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ അഡീഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന ആ ഫ്രാക്ഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഫോം ആണ് കാണേണ്ടത്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/5 + 1/25 + 1/125 മൂന്ന് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അത് മൂന്നും എന്താണ് ആഡ് ചെയ്തിട്ട് നമുക്ക് കാണാം, ഡെസിമൽ ഫോം കാണാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മൂന്ന് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ 10ഓ 10ന്റെ പവറോ അല്ല, 5, 25, 125 ആണ് അല്ലേ. സോ ഈ മൂന്ന് ഡിനോമിനേറ്ററിനെ ഞാൻ ഇവിടെ എടുത്തെഴുതുന്നു, 5, 25, 125. ഇനി ഈ മൂന്ന് ഡിനോമിനേറ്ററിനെ നോക്കുകയാണെങ്കിലും ഈ മൂന്ന് സംഖ്യകളും 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. സോ 25, 125 5ൽ പോകും. അപ്പോ അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും ഈ മൂന്ന് ഫ്രാക്ഷന്റെയും LCM അല്ലെ. LCM കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഈ മൂന്ന് നമ്പറിലും ഏറ്റവും വലുത് എന്താണ്, 125. സോ 125 ആയിരിക്കും ഈ മൂന്ന് ഫ്രാക്ഷന്റെയും LCM. ഇനിയിപ്പോ അതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. ഈ മൂന്ന് സംഖ്യകളെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. സോ 125 എന്ന് പറഞ്ഞ LCM കിട്ടുമെന്ന് നോക്കാം. സോ 5ൽ പോകും 1, 5, 25. വീണ്ടും നമുക്കറിയാം 5ൽ തന്നെ പോകും 1, 1, 5. സോ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 × 5 × 5. ദാറ്റ് ഈസ് 5³ എന്ന് പറയുന്നത് 125. സോ ഈ മൂന്ന് ഫ്രാക്ഷന്റെയും LCM എന്ന് പറയുന്നത് എന്താണ്, 125 ആണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ 125 LCM ആയിട്ട് വരും അല്ലെ. സോ ഈ ഫസ്റ്റ് ഫ്രാക്ഷൻ 1/5 ആണ്. സോ ഡിനോമിനേറ്ററിനെ നമ്മൾ, ഡിനോമിനേറ്റർ 5 ആണ്. സോ 5നെ നമ്മൾ എന്ത് ചെയ്യണം, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 5 × 5 × 5 ആണ് 125. സോ ഇവിടെ ഒരു 5 ഉണ്ട്. സോ നമ്മൾ ആ 5നോട് ഒരു 5² കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് എടുത്തെഴുതാം ഇൻറ്റു 25/25 പ്ലസ് 1/25 ആവുമ്പോഴോ 25നോട് നമ്മൾ എന്താണ് ഇതുപോലെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 125 എന്ന് കിട്ടും അല്ലെ. സോ ഇൻറ്റു 5, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് 1/125. നമ്മുടെ LCM 125 ആയതുകൊണ്ട്. സോ 25 × 5 എന്ന് പറയുന്നത് 125 ആണ്. That implies, so 25/125 plus 5/25 × 5 125 plus 1/125. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, 125 ആണ് അല്ലെ. സോ അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് തന്നെ ആഡ് ചെയ്യാം അല്ലെ. സോ 25 + 5 എന്ന് പറയുന്നത് 30, 30 + 1 31. That is equal to 31/125. അപ്പോ ഈ മൂന്ന് ഫ്രാക്ഷൻ കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 31/125 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഫ്രാക്ഷൻ, ഈ ഭിന്നസംഖ്യയെ നമുക്ക് എന്താണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. സോ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 10ഓ 10ന്റെ പവറോ ആവും. പക്ഷെ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്, 125 ആണ് അല്ലെ. സോ 125നെ നമുക്ക് 10ന്റെ പവറിലേക്ക് മാറ്റാം. സോ അതിനെന്ത് ചെയ്യണം, ഇതിന്റെ ഫാക്ടേഴ്സ് കാണും. സോ 125ന്റെ ഫാക്ടേഴ്സ് എന്താണ്, 125 is equal to 5 × 5 × 5. ഇവിടെ 5³ ആണ് 125. ഇവിടെ 3 5 ആണ് എന്താണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ 5നും നമ്മൾ ഓരോ 2 എന്താ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അല്ലെ. സോ ഈ 5നോട് ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനോട് ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനോട് ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമ്മൾ ഇവിടെ 3 പ്രാവശ്യമാണ് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ. So 2 × 2 × 2, that is 2³ = 8. So 125നോട് നമ്മൾ 8 ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10ന്റെ പവർ ആണ് ഡിനോമിനേറ്ററിൽ കിട്ടുക. സോ ഇവിടെ എന്താണ് 3 പ്രാവശ്യമാണ് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്തത്. സോ 5 × 2 എന്ന് പറയുന്നത് ഇവിടെ ഒരു 10, അതുപോലെ ഇവിടെ ഒരു 10ഉം ഇവിടെ ഒരു 10. That is 3 zeros. That will be 1000. Okay. So നമുക്ക് എന്താണ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8/8.
that is equal to 31 into 8 ചെയ്യാം. That is 8. 248 by 3 zeros എന്ന് പറയുമ്പോൾ 1000. സോ ഇനി ഇങ്ങനത്തെ ഒരു ഫ്രാക്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെസിമൽ ആക്കാം അല്ലെ? എങ്ങനെയാക്കാം? ഇവിടെ 3 പൂജ്യമാണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ ഉള്ളത്. സോ നമ്മുടെ ഡെസിമൽ എന്തായിരിക്കും? 0.248. സോ 1/5 plus 1/25 plus 1/125 എന്ന് പറഞ്ഞ 3 ഫ്രാക്ഷന്റെയും ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.248 എന്നാണ്. ഇനി രണ്ടാമത്തെ പ്രോബ്ലവും ഇതുപോലെ തന്നെ 3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഫോം കാണും. സോ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് 1/2 plus 1/2 square plus 1/2 cube ആണ്. സോ ഈ 3 ഫ്രാക്ഷണൽ ഫോമിനെ ഞാൻ എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് 1/2 plus 1/2 square എന്ന് പറഞ്ഞാൽ 2 into 2 that is 4 അല്ലെ? പ്ലസ് 1/2 ക്യൂബ് എന്ന് പറയുന്നത് 2 into 2 into 2. 3 തവണ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് 8. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? സെയിം പോലെ തന്നെ 525 125 പോലെ തന്നെ 2 4 8 3 നമ്പേഴ്സ് എന്താണ്? 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്കറിയാം ഏറ്റവും വലിയ നമ്പർ ഏതാണ്? അതായിരിക്കും ഈ ഫ്രാക്ഷന്റെ എന്താണ്? LCM അല്ലെ? സോ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ 8 ആണ്. സോ 8 ആയിരിക്കും ഇവിടുത്തെ ഫ്രാക്ഷൻ. സോ 8 ആണ് നമ്മള് ഫ്രാക്ഷൻ. സോ രണ്ടിന്റെ ഒപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് 8 കിട്ടുക? 4 അല്ലെ? 2 into 4 ആണ് 8. ദാറ്റ് ഈസ് 4 പ്ലസ് 4ന്റെ ഒപ്പം നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 4 plus 2 plus ഇവിടെ 8 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ 8 ആയതുകൊണ്ട് ന്യൂമറേറ്റർ എന്താ? സെയിം ആയിരിക്കും 1. സോ 4 plus 2 6 6 plus 1 7 7/8 ആണ് നമ്മുടെ ഈ 3 ഫ്രാക്ഷൻസും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. ഇനി നമുക്ക് എന്താണ്? ഈ ഫ്രാക്ഷൻ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. സോ അത് നോക്കുമ്പോൾ ഈ ഫ്രാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 8 ആണ്. സോ നമുക്ക് ഈ 8നെ നമുക്ക് എന്താണ്? 10ന്റെ പവർ ആയിട്ട് മാറ്റണം. സോ 8ന്റെ ഫാക്ടേഴ്സ് കാണും. 8ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 8 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 that is 2 ക്യൂബ് ആണ് അല്ലെ? സോ 8 is equal to 2 into 2 into 2. ഇവിടെ 3 times 2 ആണ് മൾട്ടിപ്ലൈ ചെയ്തേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ 2നും നമ്മൾ ഓരോ 5 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ into 5 into 5 into 5. സോ ഇവിടെ എന്താണ്? 3 പ്രാവശ്യമാണ് നമ്മൾ 5 മൾട്ടിപ്ലൈ ചെയ്തത്. സോ 5 ക്യൂബ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 125. സോ നമ്മൾ എന്ത് ചെയ്യണം? 125 കൊണ്ടാണ് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് into 125 by 125. That is equal to 7 into 125 എത്രയായിരിക്കും? 25 into 7 എന്ന് പറയുന്നത് 5 3 875. So 875 by 8 into 125 എത്രയാണ്? ഇവിടെ 3 പ്രാവശ്യമാണ് നമ്മൾ 5 മൾട്ടിപ്ലൈ ചെയ്തത്. സോ 3 zeros ആ വരുന്നത്. That is 875 by 1000. That will be equal to 0.875. സോ ഈ നമ്പറിന്റെ ഈ 3 ഫ്രാക്ഷന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആഡ് ചെയ്ത് കിട്ടുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.875 ആണ്. ആക്ടിവിറ്റിയിലെ ഏറ്റവും ലാസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. സോ പ്രോബ്ലം ഇതാണ്: ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെസിമൽ ഫോം കിട്ടി. ആ ഡെസിമൽ നമ്പർ ആണ് 5.875. നമുക്ക് ഈ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടെത്തണം. എന്താണ് പറഞ്ഞത്? 2 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, സോ 2 2 ഡിജിറ്റ് നമ്പർ സപ്പോസ് ഒരു നമ്പർ എക്സും ഒരു നമ്പർ വൈയും ആണെന്ന് വിചാരിക്കുക. സോ എക്സിനെയും വൈനെയും നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ്? ഒരു ഡെസിമൽ നമ്പർ കിട്ടി. അതാണ് 5.875. സോ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ അതുപോലെ തന്നെ വൈന്റെ വാല്യൂ കണ്ടെത്തണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആകെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണ് തന്നിരിക്കുന്നത് 5.875. സോ ഈ ഡെസിമൽ നമ്പറിനെ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കി മാറ്റാം. ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കി, ഇവിടെ നമ്മൾ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ പോവാണ്. സച്ച് ദാറ്റ് നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. 5.875നെ നമ്മൾ എന്താണ്? ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ആക്കാൻ പോവാണ്. ദാറ്റ് ഈസ് 5875 ഡിവൈഡഡ് ബൈ എത്ര സീറോസാ വരിക? ഇവിടെ പോയിന്റിന് ശേഷം ഇവിടെ എത്ര നമ്പറിന് ശേഷമാണ് പോയിന്റ്? 3 നമ്പറിന് ശേഷം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഡിനോമിനേറ്ററിൽ 3 പൂജ്യം ഉണ്ടാവും. 3 പൂജ്യം എന്ന് പറയുമ്പോൾ 1000 അല്ലെ? ദാറ്റ് ഈസ് 1000.
So 5875 divided by 1000 ആണ് ഈ ഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂ കാണാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ രണ്ട് സംഖ്യകളെയും നമ്മൾ എന്താ ചെറുതാക്കാൻ പോവാണ്. ക്യാൻസൽ ചെയ്ത് കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതാന്ന് കണ്ടെത്തിയിട്ട് അതിനെ ക്യാൻസൽ ചെയ്ത് ചെറുതാക്കാൻ പോവാണ്. ഓക്കെ, സോ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് നമ്പേഴ്സും എന്താണ് 5 ഡിവിസിബിൾ ആണ് അല്ലെ. സോ 5 കൊണ്ട് ഈ രണ്ട് നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാം. സോ ഈ 5875 നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 8 എന്ന് പറയുമ്പോൾ 1 37 that is 7 25 എന്ന് പറയുന്നത് 5. ഓക്കെ, ഇനി 1000 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും അല്ലെ. 5 into 200 ആണ് 1000. അഗെയിൻ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടിന്റെയും ഒറ്റയുടെ വൺസ് പ്ലേസിൽ 5ഉം 0 ആയതുകൊണ്ട് പിന്നെയും നമുക്ക് എന്താണ്? ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ 5 കൊണ്ട് നമുക്ക് ഇനിയും ചെറുതാക്കാം അല്ലെ. സോ 5 കൊണ്ട് ഇനി വെട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? 2 17 എന്ന് പറയുമ്പോൾ 3 25 എന്ന് പറയുമ്പോൾ 5. സോ അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? 235 by 40 എന്ന് കിട്ടി. സോ ഈ ഫ്രാക്ഷനെ ഇനി നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 8 5s are 40 അല്ലെ. സോ അതുപോലെ തന്നെ ഇവിടെ ആവുമ്പോൾ 447 that is equal to 47 by 8. സോ എന്താണ്? 5875 by 1000 അല്ലെ. നമുക്ക് എന്തായി? ഇതിനെ ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് 47 by 8 എന്ന് കിട്ടി. അപ്പൊ നമ്മളെ എക്സും വൈന്റെയും വാല്യൂ ആയോ? ഇല്ല. കാരണം എന്താണ്? എക്സും വൈയും എന്താണ്? 2 ഡിജിറ്റ് നമ്പർ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 47 2 ഡിജിറ്റ് ആണ്, പക്ഷെ 8 എന്താണ്? 2 ഡിജിറ്റ് അല്ലല്ലോ. സോ നമുക്ക് എന്താണ്? ഇതിനെ 2 ഡിജിറ്റ് ആക്കണം. അപ്പൊ നമുക്കറിയാം 8 into 2 എന്താണ്? 16 ആണ്. ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് അല്ലെ. സോ രണ്ടിനെ കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 47 നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. സോ നമുക്ക് എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? 47 into 2 എന്ന് പറയുമ്പോൾ 4194 by 8 into 2 എന്ന് പറയുന്നത് 16. സോ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ ആണ് 94ഉം 16. സോ 94നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെസിമൽ വാല്യൂ ആണ് 5.875. So x is equal to, നമുക്ക് എഴുതാം, x is equal to 94 and y is equal to 60. Okay, so ഇതാണ് നമ്മുടെ ആൻസർ. സെക്കൻഡ് ചാപ്റ്റർ ആയ ഡെസിമൽ ഫോമിലെ ആദ്യത്തെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലായ ലിസ്മി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു.